ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വൈകിയേക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. അറസ്റ്റ് പാടില്ലെന്ന ഹർജിയിൽ ഉത്തരവ് പറഞ്ഞ ശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാവുക. യുവതി ഗർഭചിത്രത്തിന് സമ്മതിച്ചത് ജീവനൊടുക്കുമെന്ന രാഹുലിന്റെ ഭീഷണിയെ തുടർന്ന് എന്ന പുതിയ വാദം കൂടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു. അതേസമയം രാഹുലിനെതിരെ രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തു. ഡാൻ കുര്യനും വിവിയനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന് നോട്ട് ടു അറസ്റ്റ് എന്ന പുതിയ നടപടിക്രമമായി മുന്നോട്ട് പോകുന്നു. അതൊരു പക്ഷേ ഈ ജാമ്യ ഹർജിയിൽ വാദം വൈകിയേക്കാം എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ തീരുമാനം വൈകിയേക്കാം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ 1 മണി ആ സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അല്പസമയത്തിനകം കോടതിയിൽ വാദം പൂർത്തിയായ കോടതിയിൽ അല്പസമയത്തിനകം നോട്ട് ടു അറസ്റ്റ് എന്ന ഉപഹർജിയിൽ വിധിയുണ്ടാകും എന്നാണ് അറിയുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി പറയുന്നത് വരുന്ന 8-ാം തീയതി ആയിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും. അതിനു മുമ്പ് അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്ത് കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കകം കോടതി ഇതിൽ വിധി പറയും. പിന്നീട് 8-ാം തീയതി മാത്രമായിരിക്കും കോടതി ചേരുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ വിശദാംശങ്ങളും FIRന്റെ പകർപ്പും അടക്കം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യം ശക്തമായി 2-ാം ദിവസവും പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പരാതിയുമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയ യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം ഇന്നും കോടതിയിൽ വാദിച്ചത്. അതിനിടയിലാണ് ഇങ്ങനെ തന്ത്രപരമായൊരു നീക്കം, അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഉപഹർജി കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഉപഹർജിയിന്മേലാകും അല്പസമയത്തിനകം വിധി വരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉപഹർജിയിൽ അല്പസമയത്തിനകം വിധി വന്നേക്കും. ഒരുപക്ഷെ ഈ കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാലതാമസങ്ങളുണ്ട്. പുതിയ പുതിയ വാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിലും കോടതിക്ക് ഇരുഭാഗത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. അരുണ്, ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട FIR എന്ന് കോടതിയിൽ സമർപ്പിക്കുന്നു. അതിലും അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം പറയുന്നത് പരാതിക്കാരി എവിടെയെന്ന് ചോദ്യം ഉന്നയിക്കുന്നു. ഇത് ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്നതിനെ തടയാനുള്ള ഒരു കെട്ടിച്ചമച്ച കഥയാണ് എന്ന് പറയുന്നു. അങ്ങനെ വലിയ വാദങ്ങളാണ് കോടതിയിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും വൈകിയേക്കാം, തിങ്കളാഴ്ച വരെയൊക്കെ നീണ്ടേക്കാം മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വിധി എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ഇത്തരം കേസുകൾ പെടുന്നയാളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു സ്വഭാവ ദുർവിശേഷമുള്ളയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാപിക്കാനാണ് രണ്ടാമത്തെ കേസും ഇന്ന് കോടതിയിൽ അതിൻ്റെ FIR പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. ഇന്നലെ തന്നെ കേസിലെ വിശദാംശങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നല്ല, അതുകൊണ്ട് തന്നെ കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വിശ്വാസം. ഏതായാലും ആ കേസും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എന്തുകൊണ്ട് താൻ ഇതുവരെ ഇത്രയധികം തനിക്ക് പീഡനമേറ്റിട്ടും എന്തുകൊണ്ട് ഇതുവരെ നിയമ വഴിയിലൂടെ മുന്നോട്ട് പോയില്ല, പരാതിയുമായി എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് വന്നില്ല എന്ന് ആ ഇരയായ പെൺകുട്ടി പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കത്ത് തന്നെ ശരിയല്ല, അല്ലാതെ വ്യാജമെന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്നത്. എങ്കിൽ പോലും പോലീസ് അത് വിശ്വാസം എടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണ്, അയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ദുരനുഭവമുണ്ട്, വ്യാപകമായ കടന്നാക്രമണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നു, അവരുടെ സ്വഭാവത്തെ തന്നെ ഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. ആ ഭയം തനിക്കുമുണ്ട്. രാഹുൽ വലിയ സ്വാധീനമുള്ളയാളാണ്, അയാൾ എന്തും ചെയ്യാൻ കഴിവുള്ളയാളാണ്. അത് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ട് പെൺകുട്ടികൾ, ഇരകൾ പരാതിയുമായി രംഗത്ത് വരുന്നില്ല, എത്രത്തോളം പവർഫുള്ളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എത്രത്തോളം സംഘടിതമായാണ് ഇരകളെ തനിക്ക് രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഈ രണ്ടാമത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIR കോടതിയിൽ ഹാജരാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകിയാൽ ഈ ഇപ്പോൾ പരിഗണന കേസിൽ മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത് FIR ഇട്ട കേസുണ്ട്. ഇനി വരാൻ നിരവധി പരാതികളുണ്ട് എന്ന വിലയിരുത്തലുകളുണ്ട്. അതിനെയൊക്കെ ബാധിക്കും. ഇരകൾ ഭയമില്ലാതെ പുറത്തു വന്ന് ഇയാൾക്കെതിരെ പരാതി പറയാൻ തയ്യാറാകില്ല എന്ന
കാരണമാണ് കോടതിയെ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചത്. അതുകൊണ്ടുകൂടിയാണ് രണ്ടാമത്തെ എഫ്ഐആർ എന്നവർ സമർപ്പിച്ചത്. ഏതായാലും അതുമൊക്കെ കോടതി പരിഗണിക്കുമെന്ന് ഉറപ്പാണ്. അതിനുശേഷമാകും ജാമ്യ ഹർജിയിൽ ഒരു വിധി ഉണ്ടാവുക. ഇന്ന് വിധി വരാനുള്ള സാധ്യത ഇപ്പോൾ കുറവെന്ന് പറയുന്നു. അങ്ങനെ 2 ദിവസം സെഷൻ ജഡ്ജി ഡ്യൂട്ടിയിൽ ഉണ്ടാകില്ല. അവർ 2 ദിവസം മറ്റൊരു ക്യാമ്പിൽ പങ്കെടുക്കും. അങ്ങനെ അവധിയായിരിക്കും. അങ്ങനെയെങ്കിൽ 8-ാം തീയതിയിലേക്ക് കേസിന്റെ വിധി പറയുന്നത് മാറ്റിവെക്കാം. 8 വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നടക്കാനിരിക്കുന്നു. രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യമുള്ളൊരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതിയിലേക്കാണ് വിധി പ്രസ്താവം വരുന്നതെങ്കിൽ അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലമെന്ന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിധിയുമായി കൂടി അത് മാറുമെന്ന് ഉറപ്പാണ്. രഞ്ജിത്ത്, അതാണ് വലിയ നിർണായകമായ സാഹചര്യങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടർച്ചയായി കേസുകൾ വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു, പെൺകുട്ടികളുടെ പരാതി ഉണ്ടാകുന്നു, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും അല്പസമയത്തിനകം നോ ടു അറസ്റ്റ് എന്ന പുതിയ ഹർജിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഡാന്, ഇന്ന് കോടതിയിൽ നടന്ന വാദം അത് 2ാമത്തെ ഹർജിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഒരുപക്ഷെ 2ാമത്തെ എഫ്ഐആറുമായി ബന്ധപ്പെട്ടായിരിക്കാം. അതിൽ വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ ചില നിലപാടുകൾ എടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജാമ്യം ലഭിച്ചാലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി, ഒപ്പം ഇയാൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യം, അന്യസംസ്ഥാനങ്ങളിലടക്കം ഒളിവിൽ കഴിയുന്ന സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിയമവിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എത്ര അടുത്താണ്? എന്തെങ്കിലും സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അതായത് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയരുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അതായത് 27-ാം തീയതി വ്യാഴാഴ്ചയാണ്. അന്ന് ഈ പരാതി നൽകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കണ്ണാടിയിലായിരുന്നു. അവിടെ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തിയെന്നും അഭിഭാഷകന്റെ ഓഫീസ് മുറിയിൽ 1 മണിക്കൂർ ചെലവഴിച്ചെന്നും അവിടെ വക്കാലത്തിൽ ഒപ്പിട്ടുവെന്നുമൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണം രാഹുൽ അനുകൂല സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ പ്രചരിക്കുകയും അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ്. അതായത് അവിടെ നിന്ന് കടന്ന രാഹുൽ പല വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ച് ബംഗളൂരുവിലോ മൈസൂരുവിലോ എത്തിയേക്കാമെന്ന സംശയത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെയാണ് 2ആയി തിരിഞ്ഞ് അവർ ഒടുവിൽ ഇപ്പോൾ ബംഗളൂരുവിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് അടക്കം, അതായത് വയനാട് ബംഗളൂരു അതിർത്തി ഭാഗങ്ങളിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളെ കോടതിയിൽ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം സമർപ്പിച്ച തെളിവുകൾക്ക് പുറമെ അധിക തെളിവുകളായാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിലെ എഫ്ഐആറിലെ വിശദാംശങ്ങളും പരാതിക്കാരി അതിൽ പറഞ്ഞിരിക്കുന്ന റേപ്പിന് സമാനമായി അവർക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും അടക്കം ഈ എഫ്ഐആറിൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരോ മേൽവിലാസമോ മറ്റ് വിവരങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് പ്രതിഭാഗം അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. അത് വ്യാജ പരാതിയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആരാണ് ഈ പരാതിക്കാരി എന്ന കാര്യം ക്രൈംബ്രാഞ്ച് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയായ ബംഗളൂരുവിൽ താമസമാക്കിയ 23 വയസ്സുകാരിയ ഒരു യുവതിയാണ് ഈ പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത് എന്നാണ് വിവരം. അവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മൊഴി നൽകാൻ അവർ തയ്യാറായാൽ അതിനൊരു നിയമസാധുത കൈവരണമെങ്കിൽ രഹസ്യമായി മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സ്റ്റേറ്റ്മെന്റായ മൊഴി വീണ്ടും ആവർത്തിക്കേണ്ടത് കൂടിയുണ്ട്. അതിനുകൂടി അവരെ ഏത് വിധേനയും സന്നദ്ധയാക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖങ്ങൾ ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം ഈ കേസിൽ വിധി പറയുന്നത് വളരെ നാടകീയമായി വരുന്ന തിങ്കളാഴ്ചത്തേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9-ാം തീയതിക്ക് തൊട്ട് തലേ ദിവസത്തേക്ക് വിധി പറയാനായി മാറ്റുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിന് പിന്നാലെ ഇതിൽ അറസ്റ്റ് തടയണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വിധി പറയുന്നത് വരെ തടയണമെന്ന ഉപഹർജി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്നു. ആ ഉപഹർജിയിലാണ് അല്പസമയത്തിനകം വിധി വരാൻ പോകുന്നത്. 2 സാധ്യതകളാണ് മുൻപിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുന്ന വലിയ തരത്തിലുള്ള അഭ്യൂഹം രാവിലെ മുതൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇത് ബോധപൂർവം ഇങ്ങനെയൊരു നറേഷൻ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതാണോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം. അത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്ദുർഗ് കോടതിയിലും
അതോടൊപ്പം വയനാട്ടിലെ മാനന്തവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കൽപ്പറ്റ മാനന്തവാടി അടക്കമുള്ള സ്ഥലങ്ങളിലെ കോടതികളിലും പോലീസിന്റെ വിന്യാസമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കോടതിയിലേക്ക് എത്താനുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനു മുൻപ് രാഹുലിനെ പിടികൂടാനുള്ള ഒരു തന്ത്രപരമായ നീക്കവുമായി അന്വേഷണ സംഘവും ഈ മേഖലകളിലൊക്കെ കൃത്യമായി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയെന്നാണ് വിവരം. അതിനിടയിലാണ് അല്പസമയത്തിനകം ഈ കേസിന്റെ നിർണായകമായ വിധി, ഈ ഉപഹർജിയിലുള്ള വിധി അല്പസമയത്തിനകം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പ്രഖ്യാപിക്കാൻ പോകുന്നത്. കോടതി തീരുമാനം അല്പം കൂടി വൈകുന്നുണ്ട്. 1 മണിക്ക് ഒരുപക്ഷെ ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അല്പം കൂടി ഒരുപക്ഷെ വൈകിയേക്കാം, ഏത് നിമിഷവും തീരുമാനമുണ്ടായേക്കാം. അരുണ്, ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു. ഒന്ന്, ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. നമ്മളോട് കെ വി ബൈജനോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കെ മുരളീധരൻ കുറച്ചുകൂടി കാര്യങ്ങൾ കഴിപ്പിക്കുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല പാർട്ടിയുടെ തെറ്റല്ല, വ്യക്തിപരമായ ചില ചാഞ്ചല്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതാണ് ഈ കെടുതിയിലേക്ക് എത്തിയത് എന്നുള്ള വിമർശനമുണ്ടാകുന്നു. പക്ഷേ പുറത്താക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കോൺഗ്രസ് പാർട്ടി വല്ലാതെ ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. അതും തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഈ 3 ദിവസം കൂടിയെങ്കിലും കുറഞ്ഞത് രാഹുൽ വിഷയം കത്തു നിൽക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് വരുന്നത്. ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതുവരെ ഈ വിഷയം അന്തരീക്ഷത്തിൽ നിൽക്കും. മറ്റു വിഷയങ്ങളൊക്കെ മാഞ്ഞു പോകുന്ന പശ്ചാത്തലവും ഒരുങ്ങുന്നു. ഇതിനെയൊക്കെ എന്താണ് നേരിടാനുള്ള ഏകമാർഗം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി? എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം? രഞ്ജിത്ത്, പ്രതിപക്ഷ വി ഡി സതീശൻ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കൂട്ടാൻ കൊള്ളാവുന്ന ഒരാളല്ല. അയാളെ പാർട്ടിക്ക് പുറത്താക്കണം നിലപാടുള്ള നേതാവ് തന്നെയാണ്. തുടക്കം മുതൽ ആ നിലപാടെടുത്തയാളാണ്. മുൻ KPSC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തത് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കുണ്ടായ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞയാളാണ്. കെ മുരളീധരൻ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കുകയാണ്, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്ന് പലതവണ പറഞ്ഞയാളാണ് മുൻ KPSC അധ്യക്ഷൻ കെ മുരളീധരൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. സണ്ണി ജോസഫ് പലപ്പോഴും നടപടിയെടുത്തു, ഇനി നടപടി ചോദിക്കുന്നു. ഒരു ചാഞ്ചല്യം ഈ കാര്യത്തിൽ പുലർത്തിയ നേതാവാണ്. പക്ഷേ ഇത്രയധികം പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തു പോകുന്നതാണെന്ന് പറയുമ്പോഴും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിലെയും മറ്റ് പോഷക സംഘടനകളിലെയും പ്രധാന വനിതാ നേതാക്കളടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും വേഗം പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരമൊരു നടപടിക്ക് കോൺഗ്രസ് നേതൃത്വം ധൈര്യപ്പെടുന്നില്ല? ആരാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അവിടെ രാഹുലിന്റെ സംരക്ഷകർ തീർത്തും ദുർബലരല്ല. പാർട്ടിയിൽ അതിപ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന 3 നേതാക്കളെങ്കിലും രാഹുലിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 3 പേരെങ്കിലും രാഹുലിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെയാണ് രാഹുലിന് ഇപ്പോഴും ഈ സംരക്ഷണ കവചം തീർക്കുന്നത്. രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിലാണ്. രാഹുൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതും കോൺഗ്രസ് നേതാക്കളെന്ന് പറയുന്നു. ഇവിടെ തിരുവനന്തപുരത്തെ അഭിഭാഷകനെ ബന്ധപ്പെട്ടത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്. KPSC വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വമുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അഭിഭാഷകനെ ബന്ധപ്പെട്ടത്. അത്തരത്തിൽ ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും പോലുള്ള ഒരു പിടി തലമുതിർ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും സംരക്ഷണ കവചം തീർക്കാനും വലിയൊരു നിരയുണ്ട്. പാർട്ടിയിൽ വളരെ ശക്തരായി വരുന്ന ഒരു പുതുനിരയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും സംരക്ഷിക്കുന്ന അവരാണ്. അവരിപ്പോഴും രാഹുലിനെ കൈവിട്ടിട്ടില്ല. മുതിർ നേതാക്കളോട് പോലും ചില രാഹുലിന്റെ സംരക്ഷകർ എപ്പോഴും പറയുന്നു ജാമ്യം കിട്ടും. ഇന്നലെ തന്നെ രാഹുലിന് നടപടിയെടുക്കാൻ പാർട്ടി ഏറെക്കുറെ ധാരണയിലെത്തിയതാണ്. ഹൈക്കമാൻഡ് പ്രധാന നേതാക്കളുമായി സംസാരിക്കുമ്പോഴുമൊക്കെ അത്തരമൊരു അഭിപ്രായം നേതാക്കൾ പറയുന്നതാണ്. പക്ഷെ അപ്പോഴും അവിടെ തടഞ്ഞത് ഈ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന, രാഹുലിനെ സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും കൂടെ നിൽക്കുന്ന ചില നേതാക്കൾ തന്നെയാണ്, യുവ നേതാക്കൾ തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നത്. അവർ തന്നെയാണ് ഈ കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുമെന്ന് നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട്, അങ്ങനെയെങ്കിൽ നേരത്തെ CPMന്റെ MLA M മുകേഷ്, കോൺഗ്രസിന് തന്നെ എൽദോസ് കുന്നപ്പള്ളിയിലും അതുപോലെ വിൻസെന്റും അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാഹുലിനുള്ളത് ചോദിച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ രാഹുൽ കോൺഗ്രസിന്റെ അംഗമായി തുടരുന്നിടത്തോളം, രാഹുൽ കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് MLA ആയി തുടരുന്നിടത്തോളം കോൺഗ്രസിനെ ഈ വിഷയങ്ങൾ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പ്രാദേശിക വിഷയങ്ങൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണക്കൊള്ളയാണ്. കള്ളന്മാർക്ക് മാപ്പില്ല എന്നാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. പക്ഷേ അമ്പലക്കൊള്ളയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമൊക്കെ ഏറെ പിന്നിലേക്ക് പോകുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നുണ്ട്. അതൊരു പക്ഷേ
പ്രതിപക്ഷം മാത്രമല്ല പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ പ്രതിപക്ഷം മാത്രം വിമർശിക്കുമ്പോൾ BJPയും കോൺഗ്രസും UDFും വിമർശിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉയർന്നത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ്, അതിൻ്റെ പോഷക സംഘടന തന്നെയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ടി സിദ്ദിഖിൻ്റെ, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ടി സിദ്ദിഖിൻ്റെ ഭാര്യയ്ക്ക് പോലും ഇങ്ങനെ ഒരു കാട്ടാളനായി കിരാതനായി രാഹുൽ മാങ്കൂട്ടത്തിന് തോന്നുന്നുവെങ്കിൽ കോൺഗ്രസ് വിശ്വസിക്കുന്ന സ്ത്രീകൾ, അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യും? ഇതാണ് CPM ചോദിക്കുന്ന ചോദ്യം. അതുതന്നെയാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. രാഹുലിനെതിരെ സംരക്ഷണ കവചം ഓരോ സമയം ആ കവചത്തിൻ്റെ ദൈർഘ്യം, ആഴം, ശക്തി കൂടുന്തോറും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട്, പ്രവർത്തകർക്കുണ്ട്. അതുതന്നെയാണ് കേവലം അവർ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രം ജനത്തിനോട് എന്തുത്തരം പറയാൻ സാധിക്കും? കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ, കോൺഗ്രസിൻ്റെ കെയർ ഓഫിൽ കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കി പാലക്കാട്ട് നേടിക്കൊടുത്ത വിജയം, MLA ആയി ജനപ്രതിനിധിയായി ഇപ്പോഴും ഇരിക്കുകയാണ്. 2 ബലാത്സംഗ കേസുകളിലെ പ്രതി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ആയിരിക്കാം എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള കേസുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിരിക്കുന്നത്. പെൺകുട്ടിയുടെ അടക്കം മൊഴിയുണ്ട്, രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. എന്നിട്ടും കാലതാമസം എന്തിന് എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയാൽ, സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. ഡാൻ കുര്യൻ, അത് ഇന്നിപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് ഇന്നലെ വന്ന പരാതി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. വനിതകളുടെ പരാതി ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെടുന്നു, അപ്പുറത്ത് ഷമാ മുഹമ്മദിൻ്റെ ആവശ്യമുണ്ട്. തനിക്ക് വ്യക്തിപരമായ അനുഭവം തുറന്നു പറഞ്ഞ് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് കോഴിക്കോട്ടെ രംഗത്ത് വരുന്ന സാഹചര്യം ഒരുങ്ങുന്നു. കൂടുതൽ നേതാക്കൾ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും കോടതി നടപടി വരട്ടെ, ആലോചിക്കാം, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെയുള്ള അഴകുഴമ്പൻ വാദങ്ങൾ, ന്യായങ്ങൾ ഒരു തരത്തിലും പാർട്ടിക്ക് ഭൂഷണമല്ലല്ലോ. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായാൽ അതിനു മുമ്പ് രാഹുലിനെതിരെ കടുത്ത ഒരു നീക്കം, കെ മുരളീധരന്റെ ഭാഷയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്ത് മറുപടി പറയുമെന്ന സന്ദേഹമാണ് രാഹുലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം. അതായത് വിരലിലെണ്ണാവുന്നവരെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിരലിലെണ്ണാവുന്ന നിർണായക സ്വാധീനമുള്ള ഏതാണ്ട് 6ഓളം നേതാക്കന്മാർക്കുള്ളത്. അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വത്തിന്റെ കാരണമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ നടപടി വൈകുന്ന സാഹചര്യം വന്നാൽ ഇന്നലെ ഷഹനാസ് നടത്തിയ പ്രസ്താവനയ്ക്ക് സമാനമായ തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നിർണായക സമയത്ത്, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല എന്ന കാര്യം മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ ഗൗരവതരമായ പരാതി ഇനിയും വരികയും ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്നവർ അതിന്റെ വിമർശന ശരങ്ങൾ മുഴുവൻ ഏൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല, ഡിസംബർ 13 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമായി മാറുന്നത് ഈ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കൊണ്ടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയെ അതുമായി ബോധപൂർവം ബന്ധിപ്പിച്ച് അതിനെ രാഷ്ട്രീയ വേട്ടയാടലുള്ള നീക്കം നടത്തുകയാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചു എന്ന ആക്ഷേപമാണ് രാഹുലിനെ എതിർക്കുന്ന പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ, പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കുവെക്കുന്നത്. അതായത് രാഹുലിന് വ്യക്തിപരമായി ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ പാർട്ടിയുമായി ബന്ധിപ്പിക്കേണ്ടതിന് എന്ത് കാര്യമാണുള്ളത് എന്ന കാര്യമാണ്. അതായത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇത് CPM-ഉം BJP-യുമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി വരുന്നതിന് മുമ്പ് പാർട്ടി തലത്തിൽ നടപടിയെടുത്തതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും ഒക്കെ വാക്കുകളുടെ പ്രസക്തി എന്താണെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് വേണ്ടി അതിനുവേണ്ടി കാക്കാതെ തന്നെ അടിയന്തരമായ നടപടി രാഹുലിനെതിരെ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ വലിയൊരു ഭൂരിപക്ഷവും മുമ്പോട്ട് വെക്കുന്നത്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ ഈ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസമായി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദേശീയ തലത്തിലും കോൺഗ്രസിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ നടപടി വേണമെന്ന ആവശ്യത്തിന് ആക്കം കൂടുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഒട്ടും ആശാസ്യകരമല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. വലിയ പ്രതിസന്ധിയിലൂടെ ആ പാർട്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. ആശയക്കുഴപ്പമുണ്ട്. തുടർച്ചയായി മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും കെ മുരളീധരനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ,
പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നിരന്തരം, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടും എന്തുകൊണ്ട് പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. സംശയമില്ല അക്കാര്യത്തിൽ. കാരണം ഇത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾ, അങ്ങനെ ആക്ഷേപമുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കുറഞ്ഞപക്ഷം ഇയാളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. കാരണം ഇയാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം പാർട്ടിക്കില്ല. പക്ഷെ അപ്പോഴും ഇയാളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാറണമെന്ന് ഇയാളോട് ആവശ്യപ്പെടാനുള്ള ഒരു ബാധ്യതയെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ KPCC അധ്യക്ഷനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പാർട്ടി പോകുന്നു. അതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സമയത്തും ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാർട്ടിയാണ്. ഇത്തവണ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പെ നേരിടാൻ ഒരുങ്ങിയതാണ്. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ സംരക്ഷിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ആഗ്രഹിച്ച് ആ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് വന്ന ഒരു പാർട്ടിക്കാണ് ഇപ്പോൾ രാഹുലിൽ തട്ടി, അതും അവരുടെ മുഖമെന്നും വജ്രായുധമെന്നുമൊക്കെ പലരും പറഞ്ഞ ആ രാഹുലിൽ തട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. കോടതി പറയും എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. അറസ്റ്റ് തടഞ്ഞാൽ അത് രാഹുലിന് നേട്ടമാണ്. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാം, വേണമെങ്കിൽ പുറത്തു വരാം, ഒളിവിൽ നിന്ന് പുറത്തു വരാം. പക്ഷേ മുൻകൂർ ജാമ്യം എന്നുള്ളത് രാഹുലിൻ്റെ തലയിൽ ഒരു വാളുപോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ തീരുമാനമുണ്ടാകാൻ 2-3 ദിവസം വൈകിയേക്കാം. പോലീസിന് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വളരെ കൃത്യമായി അറിയാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം നിരവധിയായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ രാഹുൽ എന്ന കോൺഗ്രസിൻ്റെ MLA ചെന്നുപെട്ട കെണി ചെറുതല്ല. വലിയ തോതിൽ ഇയാൾ ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തേണ്ടി വരും. കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നും അറിയുന്നു. കോൺഗ്രസിലെ തന്നെ വനിതാ മുഖങ്ങൾ തന്നെ തങ്ങൾക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനു മുകളിൽ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് കൂടി, രാഹുലിൻ്റെ ഗോഡ്ഫാദർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടി ചില പങ്കാളിത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം ചെറുതല്ല. ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് മറ്റും ഷാഫിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച 2 വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ആരോപണ ശരങ്ങൾ നേരിടുന്നത്. ഒരാൾ പാർട്ടിയിൽ നിന്ന് തന്നെ, പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവിൽ നിന്ന് ആരോപണങ്ങൾ നേരിടുന്നു. അയാളെ അറിയിച്ചിട്ടും ഒരു സ്മൈലി മാത്രമായിരുന്നു ഷാഫിയുടെ മറുപടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ വിഷയത്തെ അപക്വമായാണ് അല്ലെങ്കിൽ ഒട്ടും ഗൗരവ സ്വഭാവമില്ലാതെയാണ് ഷാഫി പറമ്പിൽ പോലെയുള്ള ഒരു നേതാവ് കണ്ടത് എന്നതും കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇനിയും അരുണ്, നമുക്ക് മനസ്സിലാക്കേണ്ടത് നിരവധിയായ പരാതികൾ ഇനിയും വരുമെന്നുള്ള പ്രചരണമാണ്. അതിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേർക്ക് പലതും പറയാനുണ്ട്. പല പരാതികളും KPCCക്ക് മുന്നിലുണ്ട്. അതിനെയൊക്കെ അർഹിക്കുന്ന ഗൗരവ സ്വഭാവത്തിൽ ആ പാർട്ടി കണ്ടില്ല. അതൊരു പ്രശ്നമായി മാറി. ഇയാളെ പാർട്ടിക്ക് ഒരുപക്ഷെ ഒരു യുവനേതാവിന് വളർന്നയൊക്കെ മുകളിൽ പാർട്ടി കൊണ്ട് പ്രതിഷ്ഠിച്ചു. വലിയൊരു ജനപ്രീതി ഉണ്ടാക്കുന്നതിൽ പാർട്ടി വലിയ പങ്കാളിത്തം വഹിച്ചു. അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും കൃത്യമായ പരിഹാര നടപടികൾ, മുറി ഉണക്കാനുള്ളത് ഉണ്ടാകണം. അതിനെയും വൈകിക്കൂടാ. അതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ ആ പാർട്ടിയിൽ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അത് രാജ്മോഹൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രമാണ്. നേരത്തെ നേതാക്കൾ പരോക്ഷമായും രഹസ്യമായും ഒക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. നിരവധി പരാതികൾ പാർട്ടിയുടെ പല നേതാക്കൾക്ക്, അത് സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ മുതൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിന് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കൾക്കൊക്കെ പല വിവരങ്ങളും പരാതിയല്ലാതെ പറഞ്ഞറിഞ്ഞ് പാർട്ടി നേതാക്കളുടെ കുടുംബത്തിൽ നിന്ന് പോലുമുള്ള പരാതികൾ ലഭിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ്. അത്തരം നിരവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്ന വസ്തുതയാണ്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഇത്രയും നാൾ അവരാരും അത് പുറത്തു പറയാതെ സംരക്ഷിക്കുന്നത്. പക്ഷേ എല്ലാ പരിധികളും കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിട്ടും സംരക്ഷിക്കാൻ ഒരു വിഭാഗം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു രീതി പരമാവധി കാര്യങ്ങൾ പുറത്തു പറഞ്ഞും തുറന്നു പറഞ്ഞുമൊക്കെ പാർട്ടിയിൽ മേൽക്കൈ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾ ഇപ്പോൾ വലിയൊരു വിഭാഗം മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും ഒതുക്കി ഒരു ചെറിയ വിഭാഗം പുതുതലമുറ നേതാക്കൾ കാര്യങ്ങൾ അവർ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ നടപടി വേണമെന്ന് പ്രധാന നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത് വേണമെങ്കിൽ കൂടി പറയാം. രാഹുലിനെതിരെ ഈ കടുത്ത നിലപാട് എടുത്തുകൊണ്ട് തന്നെ നേതാക്കൾ വരികയാണ്. ഇനിയും പരാതികൾ, അത് KPCയിലും കോൺഗ്രസ് നേതാക്കൾക്കും മാത്രമല്ല സർക്കാരിന് മുന്നിലും പല പരാതികളും ഉണ്ട് എന്നൊരു വിവരം കൂടി കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കൊക്കെ നേരിട്ട് നിരവധി പരാതികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു കൃത്യമായൊരു ഫോർമൽ പരാതിയാവാത്തത് മാത്രം സർക്കാർ നടപടി എടുക്കാത്തതാണ്. രാഷ്ട്രീയമായത് പിന്നീട് ഉപയോഗിക്കാൻ CPM
കാത്തിരിക്കുന്ന ആശങ്കയും ഒക്കെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാകില്ല ഒരുപക്ഷെ CPM ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരിക. അതിനുശേഷം മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കോൺഗ്രസ് ഏറെ കൊട്ടിഘോഷിച്ച സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ പേര് പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു കോൺഗ്രസിന് യുവ നേതാവിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ, അതും വളരെ വ്യക്തമായ പരാതികളും തെളിവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് സർക്കാർ ആ രീതിയിൽ ഉപയോഗിക്കുമെന്നൊരു വിവരം കൂടി, ആ ഒരു ആശങ്ക കൂടി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവൻ ഉണ്ടെന്നാണ് എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുക കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത്. ഇയാളെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന ആവശ്യമൊക്കെ ഉയർത്തുന്നത് സ്വാഭാവികമായി അത്തരമൊരു ആശങ്ക കൂടി മുന്നിൽ കണ്ടാണ്. രാഹുലിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ രാഹുൽ ഇനിയും തുടർന്നാൽ രാഹുൽ സ്വാഭാവികമായും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവർക്ക് പറഞ്ഞു നിൽക്കാം. അയാൾ ഇനി എന്ത് ആരോപണങ്ങൾ അയാൾക്കെതിരെ വന്നാലും അതൊക്കെ അയാൾ സ്വയം പ്രതിരോധിക്കട്ടെ. അയാൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. നേരത്തെ അയാൾ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, നേരത്തെ അയാൾ കോൺഗ്രസിന്റെ MLA ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ആ ബന്ധം പാർട്ടിയുമായില്ല. അവിടെയാണ് മുരളീധരൻ പറഞ്ഞ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കണമെന്ന ആ വാക്കിന് ഏറ്റവും അധികം അർത്ഥം വരുന്നത്. അങ്ങനെ ഒരാൾ ആ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ച് മാറ്റി നിർത്തിയാൽ രാഹുലിനെതിരെ പിന്നീട് ഉയർന്ന ആരോപണങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കില്ല. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ ചപരതകളുടെ പേരിൽ, ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ, അയാളുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി ഈ ആരോപണങ്ങളുമൊക്കെ നേരിടേണ്ടി വരുന്നത്? സ്വാഭാവികമായും 10 വർഷത്തോടടുക്കുന്ന ഒരു സംസ്ഥാന ഭരണം, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെയൊക്കെ അലയൊലികളുണ്ടാകാം. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ UDF-ന് പ്രതിപക്ഷ മുന്നണിക്ക് ഗുണമായി മാറുമെന്ന് കരുതിയിരിക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തെ ഒരു MLA-ക്കെതിരെ ഉയരുന്ന ഇത്തരം കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സ്ത്രീ പീഡന പരാതികൾ വരുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് പാർട്ടി കൂടി, കോൺഗ്രസ് നേതൃത്വം കൂടി, UDF എന്ന മുന്നണി കൂടി അതിൻ്റെ പാപഭാരം പേറുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ക്യാമ്പിനെ അലട്ടുന്നത്. അതുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കളൊക്കെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി ശക്തമായി പരസ്യമായി രംഗത്തുള്ളത്. പക്ഷേ അവിടെയും രാഹുലിന് ഇപ്പോഴും സംരക്ഷണ വലയമുണ്ട്, സംരക്ഷണ കവചമുണ്ട്. എങ്ങനെയെങ്കിലും രാഹുലിനെ സംരക്ഷിച്ച് നിർത്താൻ, എങ്ങനെയെങ്കിലും രാഹുലിനെ പാർട്ടി നിർത്താൻ, എങ്ങനെയെങ്കിലും രാഹുലിന് ഒരു തവണ കൂടി നിയമസഭയിലേക്ക് എത്തിക്കാൻ, പാലക്കാട് സീറ്റ് നൽകാനൊക്കെ ശ്രമിക്കുന്ന ഒരു പിടി നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അത് രാഹുലിന് വേണ്ടി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന സൈബർ പോരാളികൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ പോലും, ഏറ്റവും ഒടുവിൽ UDF കൺവീനറുടെ വാക്കുകൾ പോലും പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെന്ന ഈ പ്രതിക്ക് അനുകൂലമായാണ് വരാറുള്ളത്. അത്തരത്തിൽ പല നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നു. അതിൽ വലിയ അതിർത്തി മറുവിഭാഗത്തിലുണ്ട് എന്നതുകൂടി വസ്തുതയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതാക്കളൊക്കെ പിന്തുണ അർപ്പിച്ചെത്തിയ ആളുകളുടെ ഒരു നീണ്ട നിര ലിസ്റ്റുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഒരു തീരുമാനം ഇത്തരത്തിലെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമല്ല. ഇതിനിടയിൽ മറ്റൊരു വിവരം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ കീഴടങ്ങിയേക്കാം എന്നുള്ളതാണ്. രാഹുൽ കാസർഗോഡ് സുള്ളിയയിലെത്തിയെന്നാണ് ഇപ്പോൾ സൂചന. ഹോസ്ദുർ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കത്തിലാണ്. കോടതിയിൽ പോലീസ് സംഘമുണ്ട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് രാഹുൽ ഉള്ളത് എന്നാണ്. ഒരുപക്ഷേ കാസർഗോഡേക്ക് എത്താനായിരിക്കും രാഹുലിന് കുറച്ചുകൂടി എളുപ്പം. ഇങ്ങനെ ഒരു വിവരം ലഭിച്ചത് എങ്ങനെയാണ്? കീഴടങ്ങലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥിരീകരണമുണ്ടോ? അതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ആയിട്ടുണ്ടോ? രഞ്ജിത്തെ, പോലീസിൽ നിന്നും അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണിത്. ഈ ഡ്രൈവറെ പിടികൂടിയതിൽ നിന്നും ഡ്രൈവർ സുള്ളിയിൽ ഈ രാഹുലിനെ ഇറക്കിവിട്ടെന്നാണ് പറയുന്നത്. ഒരു ഫാം ഹൗസിൽ തങ്ങിയെന്നും ഒരു സൂചനയുണ്ട്. അങ്ങനെയാണ് ഓസ്തുർഗ് കോടതിയിൽ രാഹുൽ ഹാജരാകുമെന്ന ഒരു വിവരം വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇവിടെ 2 കവാടമുണ്ട് ഹോസ്തുർഗ് കോടതിക്ക്. ഈ 2 കവാടത്തും വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ കാണാം. ഈ വിധി പ്രതികൂലമായാൽ, വിധി ആ രീതിയിൽ വരികയാണെങ്കിൽ രാഹുൽ ഓസ്തുർഗ് കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. 2 വഴിയാണ് രാഹുലിന് സുള്ളിയിൽ നിന്നും ഈ കാഞ്ഞങ്ങാടേക്ക് എത്താനുള്ളത്. അതിൽ ഒന്ന് പാണത്തൂർ വഴിയാണ്. ആ വഴി രാജപുരം വരെ എന്ന് പറയുന്ന സ്ഥലം വരെ രാഹുൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ സൂചനകളാണ്. പോലീസിൽ നിന്നൊക്കെ അനൌദ്യോഗികമായി ഇന്റലിജൻസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളാണ്. അതല്ലെങ്കിൽ മാണിമൂല ബന്തെടുക്ക വഴി, പെരിയ വഴിയും വരാം. അങ്ങനെ 2 പാതകളുണ്ട്. ഈ പാതകളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളിലോ മറ്റോ വരികയാണെങ്കിൽ കണ്ടെത്തുക പ്രയാസകരമാണ്. അതുകൊണ്ടാണ് കോടതിയിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ ഒരുക്കിയത്. ഇവിടെ ഇതേപോലെ തന്നെ കാസർഗോഡ് സമാനമായ ജില്ലാ സെഷൻസ് കോടതിയിലും പോലീസ് സുരക്ഷ കാവൽ ഉണ്ട്. അവിടെയും എത്തുമെന്നൊരു സൂചനയുണ്ട്. പക്ഷേ ഹോസ്തുർഗ് കോടതിയിൽ ഹാജരാകും. ഈ വിധി പ്രതികൂലമായി വരികയാണെങ്കിൽ ജാമ്യം ഹർജിന്മേൽ ഹോസ്തുർഗ് കോടതിയിൽ ഹാജരാകുമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വിവരങ്ങളുള്ളത്. ആ രീതിയിൽ പോലീസും മുന്നോട്ട് പോകുന്നു.
ഇന്റലിജൻസിൽ നിന്നും നമുക്ക് പലപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ രാഹുൽ തൊട്ടടുത്ത് ഈ കോടതിയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഏതായാലും കോൺഗ്രസ്സുകാരുമായി ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴൊന്നും നമുക്ക് ഔദ്യോഗികമായ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽ നിന്നോ അത്തരം സൂചനകളൊന്നും ലഭിക്കുന്നില്ല. ഇത് പോലീസിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളെയോ മറ്റോ രാഹുലിന്റെ അടുപ്പക്കാരൊക്കെ ഈ മേഖലയിൽ കാണുമല്ലോ. ഇയാൾ ബന്ധപ്പെട്ടതായി എന്തെങ്കിലും വിവരമുണ്ടോ? ഈ കാസർഗോഡ് ഇപ്പോൾ ബാംഗ്ലൂരുവിൽ എത്തുക എന്നുള്ളതും ബാംഗ്ലൂർ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക എന്ന് നമുക്കറിയാം. അത്തരം ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് കാണാം. അങ്ങനെ ഓരോ തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത്ര ദിവസമൊക്കെ ഒളിവിൽ കഴിയുക, കേരള പോലീസിന്റെ പിടിയിൽപ്പെടാതെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സഹായങ്ങളൊക്കെ കിട്ടിക്കാണണം. രജിത്ത്, തീർച്ചയായും കോൺഗ്രസിന്റെ കർണാടകയിലെ ഉന്നത നേതാവിന്റെ സഹായമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അവരുടെ കർണാടക പോലീസിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹം സുള്ളിയിൽ ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം. അവിടെ ഒരു ഫാം ഹൗസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും 1 മണിക്കൂർ ദൂരം മാത്രമേ ഈ കോടതിയിലേക്കോ അല്ലെങ്കിൽ കാസർഗോഡിന്റെ അതിർത്തി പ്രദേശത്തെത്താൻ സമയമെടുക്കൂ. ആ വഴി തന്നെ വലിയ പരിശോധനകളൊന്നുമില്ലാതെ വളരെ പ്രയാസമില്ലാതെ തന്നെ എത്താനും പറ്റുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ കോൺഗ്രസുകാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സൗഹൃദത്തിന്റെ മുകളിലോ മറ്റോ സംസാരിക്കുമ്പോഴോ ഇത്തരം സൂചനകളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ രാഹുലിന്റെ വിവരങ്ങൾ അറിയും എന്ന് അവർ സമ്മതിച്ചാൽ തന്നെ കേസിൽ പ്രതികളാവാൻ വരെ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ശക്തമായ നടപടി ഉണ്ടായേക്കാം. കാരണം ഇന്ന് രാവിലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പ്രതികരിച്ചത് ആ രീതിയിലാണ്. ഈ ഒരു ജാമ്യ ഹർജിയിന്മേലുള്ള വിധി അത് കോൺഗ്രസും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. അതിൽ കൂടുതൽ നടപടികളൊക്കെ അതിനുശേഷം ഉണ്ടാവുമെന്നാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കൈവിട്ടാൽ ഈ കോടതിയിൽ കീഴടങ്ങുക, കോടതിയിൽ കീഴടങ്ങിയതിനു ശേഷം പിന്നീട് അത് പോലീസ് നടപടിയിലേക്കും മറ്റും പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോസ്ദുർഗ് കോടതിയിലാണ് ഏറ്റവും അടുത്ത് ഇപ്പോൾ രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്ത് വരുന്നത് ഹോസ്ദുർഗ് കോടതിയാണ്. ആ കോടതിയിൽ ഹാജരാവാൻ ആണ് ശ്രമിക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോടതിക്ക് ചുറ്റും പോലീസുണ്ട്. ഏതെങ്കിലും തരത്തിൽ പോലീസ് വലയം ഭേദിച്ച് ഈ കോടതിയിൽ എത്തുക വളരെ പ്രയാസകരമാണ്. അതിനി ഏതായാലും വിധി ഇതിൽ വളരെ പ്രധാനമാണ്. ആ വിധി വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാവുക. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലും ഹോസ്ദുർഗ് കോടതിയിലും പോലീസിന്റെ വലിയ തോതിലുള്ള കാവൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ കോടതിയിൽ തന്നെയുണ്ട്. ഒരുപാട് അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോഴും അതിനുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. സാങ്കേതികമായി അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൽ നോട്ട് ടു അറസ്റ്റ് കൂടി ഒരു സംഭവം വരാനുണ്ട്. അത് ആ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായാൽ മാത്രമേ രാഹുലിന്റെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇത്തരം നടപടികളിലേക്ക് രാഹുൽ കടക്കുക. അതിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും രാഹുലിന്റെ അവസാന മൊബൈൽ ലൊക്കേഷൻ സുള്ളിയിലാണ് ഇറക്കിവിട്ടത് എന്ന് ഈ ഡ്രൈവറും പറയുന്നുണ്ട്. ഈ ഡ്രൈവർ ജോസ് പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. രാഹുലിനെ ബംഗളൂരിൽ എത്തിച്ച് അതിനുശേഷം സുള്ളിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇയാൾ പോയത് എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പിടിക്കാനായില്ല. 8ാം ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്. കർണാടക കേരള അതിർത്തിയിൽ വലിയ തിരച്ചിൽ നടക്കുന്നുണ്ട്. SIT നീക്കങ്ങൾ രഹസ്യമായിരിക്കണമെന്ന നിർദ്ദേശം കൂടി ഉന്നതതലത്തിൽ നിന്നും അവർക്ക് ലഭിച്ച പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ മങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഒരു വഴിയിലൂടെ തുടരുന്നു. മറ്റൊരു വഴിയിൽ ഇയാൾ കീഴടങ്ങിയേക്കുമെന്ന വാർത്ത പുറത്തു വരുന്നു. തിരുവനന്തപുരത്താകട്ടെ ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജിയുമായുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയിൽ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുലിനെതിരെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഉടൻ നടപടിയെന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചു കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടി. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക ഞാൻ പറഞ്ഞു. രാഹുലിനെ സംരക്ഷിച്ചാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. സമാനതകളില്ലാത്ത നടപടി പാർട്ടി സ്വീകരിച്ചു. ഇനിയും അത്തരം നടപടി ഉണ്ടാകും. ഷാഫിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് ഹാജരാക്കട്ടെ. ആൾക്കൂട്ട വിചാരണ മാത്രമാണ് തനിക്കെതിരെ ഇതുവരെയുള്ള ആരോപണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പിന്നെ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ വിവാദങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. വീട് കിട്ടിയ പിടിവള്ളി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ഇടതുപക്ഷം ഉൾപ്പെടെ, അത് BJP ഉൾപ്പെടെ, അങ്ങനെയാണോ? എന്താണ് അങ്ങ് കരുതുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ അവർ ഫലപ്രദമായി വിജയിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ നിലപാടുകൊണ്ടാണ് അവരത് വിജയിക്കാൻ കാരണം.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല കാതലായ പ്രശ്നം. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തി. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ തന്നെ PM ശ്രീ ഇതിൽ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങളുമായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇത്രയും നാള് CPIക്കാർ ആരാണ് ഇതിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതിനെ കണ്ടുപിടിച്ചല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഗുജറാത്തിലൊരു ചോദ്യം വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇനിയുള്ള തലമുറ പഠിക്കണ്ട, ഇനി 2014 ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്നാണ്. മാത്രമല്ല മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ PM ശ്രീ പോലൊരു പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങൾ വെളിവാക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിൽ MPക്കെതിരെയും വലിയ ആരോപണം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലായി ഷാഫിയുടെ ഭാഗത്തു നിന്നും, ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാടെടുത്തെന്ന് തോന്നുന്നുണ്ടോ? ബൈജു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അനാവശ്യമായി ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചഴക്കേണ്ട, മനസ്സിലായോ? ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആരോപണങ്ങൾ ഇങ്ങനെ ഏറിൽ ഉയർത്തിയിട്ട് കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്നവൻ ആരാണോ അവന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ, അതല്ലേ മര്യാദ. അല്ലാതെ ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണം അല്ല വേണ്ടുന്നത്, ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കും, അത് ആർക്കെതിരെ ഉന്നയിക്കാം? മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിച്ചൂട്ടെ. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരോപണം ഉന്നയിക്കലല്ല ആവശ്യമായ അടിസ്ഥാനം വേണം. അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് ആളുകളെ വലിച്ചഴിച്ച് ഒരു കൂടുതൽ ഇതിലേക്ക് പോകണ്ട. അങ്ങേക്ക് പറയാനുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അത് UDFന് ഏത് തരത്തിൽ ഗുണം ചെയ്യും? പക്ഷെ ഈ പ്രതിരോധം, അതാണ് ആ കണക്റ്റഡ് ചോദ്യം. അല്ല, ശശി തരൂര് പോന്നു പുലി വരുന്നേ എന്ന് പറഞ്ഞല്ലാതെ പുലി വന്നില്ലല്ലോ. നിങ്ങളെല്ലാം എത്രയോ കാലമായി പറയുന്നു ശശി തരൂർ പോവും. പോയില്ല. പിന്നെ അയാൾ ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊക്കെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വെച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് UDF ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, വലിയ വിജയം ഉണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പറ്റും, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. തീർച്ചയായിട്ടും. രാജ്മോഹൻ പ്രതികരിക്കാനുള്ളത്. രാജ്മോഹൻ അതിനിശ്ചിതമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടം മുതൽ നടത്തുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. MA ഷഹനാസ് പാർട്ടി വേദിയിൽ ഷാഫിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് ഷാഫി എന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികൾക്കിടെ കവിതയുമായി കോൺഗ്രസ് നേതാവ് T സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ. സ്വപ്നങ്ങളെ ചാലിച്ച പിഞ്ചുപൂവിനെ പിച്ചിച്ചീന്തിയ കാപാലിക, നീ ഇത്രയും ക്രൂരനോ എന്നാണ് ഷറഫുന്നീസ കവിതയിലൂടെ ചോദിക്കുന്നത്. അവളെ തളയ്ക്കാൻ ശ്രമിച്ച ചോര പുരണ്ട നിന്റെ പല്ലുകൾക്ക് ദൈവം ഒരിക്കലും ശക്തി തരില്ലെന്നും ഷറഫുന്നീസ കുറിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ പരോക്ഷ വിമർശനമാണ് കവിതയിലെന്ന അഭിപ്രായം ശക്തമാണ്. ഷാഫി പറമ്പിലാണ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് ആവർത്തിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ഇത്തരം വിമർശനം ഉയർത്തിയത്. MA ഷഹനാസിന്റെ വെളിപ്പെടുത്തലോടെ അക്കാര്യം വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമല്ലേ രാഷ്ട്രീയ രംഗത്ത്? ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര നീചമായി ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകർ അല്ലേ, അവർക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിക്കുകയല്ലേ? എന്ത് തോന്നിയാസോ അതൊക്കെ? വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പെൺവാണിഭ സംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ മാഫിയ സംഘത്തെ KPCC ഭയക്കുന്നതായി BJP നേതാവ് C കൃഷ്ണകുമാർ. കോൺഗ്രസിലെ ഗോവിന്ദചാമിയാണ് രാഹുൽ.
രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗുരുവായ ഷാഫി സ്വീകരിച്ചത്. സതീശന് പോലും രക്ഷയില്ലെന്നും പിന്നെയാണോ MA ഷഹനാസ് എന്നും കൃഷ്ണകുമാർ ചോദിച്ചു. കോൺഗ്രസിലെ ഗോവിന്ദചാമിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഗോവിന്ദചാമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദചാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദചാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. VD സതീശനെ വിടാത്ത പാർട്ടിയല്ലേ, സ്വന്തം പാർലമെന്ററി പാർട്ടി നേതാവിനെ വിടാത്ത പാർട്ടിയാണ് കോൺഗ്രസിലെ സൈബർ സംഘം. അപ്പോൾ ഷഹനാസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയെ ഇവർ വെറുതെ വിടില്ലല്ലോ. രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഷാഫി എന്ന് പാലക്കാട് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. 2 വർഷം മുൻപ് രാഹുലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഷാഫി മിണ്ടിയില്ല. ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഷാഫിയെ പിടിച്ചാൽ രാഹുൽ എവിടെയെന്നറിയാം. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് AI ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റിനോട് 2-ാം തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രസമ്മേളനത്തിൽ 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി അയച്ചു. പക്ഷേ ഇവർ അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമെതിരെ ആരോപണം ഉന്നയിച്ച KPCC സാംസ്കാരിക സാഹിത്യ ജനറൽ സെക്രട്ടറി MA ഷഹനാസിനെതിരെ സൈബർ ആക്രമണം. ജീവനോടെ വെച്ചേക്കില്ലെന്നാണ് ഭീഷണിയെന്ന് ഷഹനാസ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെങ്കിലും വിവാദമായതോടെ വീണ്ടും ഉൾപ്പെടുത്തി. ഷാഫി പറമ്പിൽ എല്ലാം അറിയാമെന്നും ഷാഫിയുടെ പ്രതികരണത്തിന് ശേഷം കൂടുതൽ പറയാമെന്നും ഷഹനാസ് പറഞ്ഞു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അനീഷ്, ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ, കാരണം ഷാഫിയുടെ പേരെടുത്താണല്ലോ ആക്ഷേപം. ഷാഫിക്ക് എല്ലാം അറിയാം, ഷാഫി അറിയിച്ചിട്ടുണ്ട്, പക്ഷേ കൃത്യമായ മറുപടിയോ നടപടിയോ ഉണ്ടായിട്ടില്ല. ഷാഫി മിണ്ടിയോ? ഷാഫിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ ഷാഫി പാലക്കാടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൊച്ചിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. തുടർന്ന് വൈകുന്നേരം കോഴിക്കോട്ടേക്ക് എത്തുമെന്നും അറിയിക്കുന്നു. പക്ഷേ നമുക്ക് നേരിട്ട് ഇതുവരെ ഷാഫിയോടോ ഷാഫിയോടൊപ്പമുള്ളവരോടോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. ഓഫീസിലെ ജീവനക്കാരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും ACC സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്ന റോഡ് ഷോ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് കൊയിലാണ്ടിയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും അദ്ദേഹത്തിന്റെ പ്രചരണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ യോഗത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തുമെന്ന ചില സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പോലും കൃത്യമായ ഒരു വിശദീകരണമില്ല. നമ്മൾ എന്തായാലും ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു മറുപടി തേടിയാണ് ഷാഫിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നത്. ഷാഫി ഇക്കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഷാഫിയുടെ പക്കൽ നിന്നും വരിക എന്ന് താൻ നിരീക്ഷിക്കുന്നു. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും. ഷാഫി ഈ താൻ പറഞ്ഞ ആരോപണങ്ങൾ നിഷേധിച്ചാൽ തെളിവുകളടക്കം താൻ പുറത്തുവിടും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരെ സംസ്കാര സാഹിതിയുടെ ജില്ലാ ഘടകത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇന്നലെ ഈ വാർത്തകൾ പുറത്തു വന്ന വിവാദമായതോടുകൂടി അവരെ വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ നിന്നോ മറ്റുമൊന്നും ഇതുവരെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നതെന്നോ സംബന്ധിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നു. പക്ഷേ അവർ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആഞ്ഞടിച്ചാണ് ഇന്നും മാധ്യമങ്ങളെ കണ്ടത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം. ഇത്രയധികം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് മറുപടി തീർച്ചയായും ഷാഫി
പറഞ്ഞു തീരൂ എന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അവർ ഇനി മറുവശത്തു നിന്നും, അതായത് ഷാഫിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേട്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിവാദമുണ്ടായ സമയം മുതൽ പരിശോധിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു പ്രസ്താവന ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി നടപടിയെടുത്തു, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ തുടങ്ങിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കും. എന്തായാലും ഇത്തരത്തിൽ ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, ഈ പ്രസ്ഥാനത്തിനുള്ളിലുള്ള സ്ത്രീകൾക്ക് പോലും ഭീഷണിയായി മാറുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കൃത്യമായ വിവരം തന്നെ ഷാഫി പറമ്പിലിന് നൽകിയിട്ടും അത് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യൂത്ത് കോൺഗ്രസിലും പാലക്കാട്ടുമൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ വായിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞായി ഷാഫി അടിച്ചില്ല എന്ന് തന്നെയാണ് ഷഹനാസ് പറയുന്നത്. എന്തായാലും ഷാഫിയുടെ പ്രതികരണത്തിനായാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഉച്ചതിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തുകൂടി ഉണ്ടായേക്കാം എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം, വലിയ ജനക്കൂട്ടമായിരിക്കും കൊയിലാണ്ടിലെ പ്രചരണ യോഗത്തിലും ഒക്കെ ഉള്ളത്. ഒരുപക്ഷെ ഇന്നലെ പാലക്കാട്ടൊക്കെ നടന്ന പോലെയുള്ള ഒരു പ്രകോപനം പോലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഷഹനാസിന്റെ ഒരു നിലപാട് അനീഷ്, അത് വളരെ കൃത്യമായി തന്നെ അവർ ഇന്നലെ പറഞ്ഞ ആരോപണങ്ങൾ, അതിനുശേഷം ഇന്ന് പറയും തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നു, തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു, പിന്നീട് ആഡ് ചെയ്യുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മറ്റു നേതാക്കളുടെ പ്രതികരണം കൂടി തേടണം. അവർക്ക് അനുകൂലമായെങ്കിലും ആരെങ്കിലുമൊക്കെ വരണം. അതും ആ പാർട്ടിയിൽ സംഭവിക്കുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ പാർട്ടിയുടെ ഭാഗത്ത് തനിക്കുണ്ട് എന്ന് ഷഹനാസ് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഷഹനാസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള, അതായത് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം MLA ആയ CR മഹേഷാണ് ഈ സംസ്കാര സമിതിയുടെ ചെയർമാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം തേടലോ അല്ലെങ്കിൽ എന്താണ് ആ സംഭവം ഉണ്ടായെന്നതിനെ കുറിച്ചൊരു ചോദിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഷഹനാസും ഒക്കെ സംസ്ഥാനതല ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ്. ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കളടക്കമുള്ള ആരും അവരോട് ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം തേടിയിട്ടില്ല. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. ഈ സംസ്കാര സമിതി പോലുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാൾ തന്നെയാണ് ഷഹനാസ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചെയർപേഴ്സണായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾ കൂടിയൊക്കെയാണ്. പക്ഷേ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു സമ്മർദ്ദം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാം, പല വനിതാ നേതാക്കളും ഇതിനോടകം തന്നെ തങ്ങളുടെ എതിർപ്പ് പരസ്യമാക്കി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനും ഷമ മുഹമ്മദ് അടക്കമുള്ള ആളുകളൊക്കെ പരസ്യമായി തന്നെ എതിർപ്പ് രംഗത്ത് പറഞ്ഞു വന്നിരിക്കുന്നതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഷഹനാസിനെ വിമർശിക്കേണ്ട ആവശ്യം മുതിർന്ന നേതാക്കൾക്കില്ല. ഒപ്പം ഈ ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ഉന്നയിച്ച കാര്യങ്ങൾക്കും തന്റെ പക്കൽ തെളിവുണ്ട് എന്ന് അവർ വ്യക്തമായി പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഷാഫിയെ വിമർശിക്കുക എന്നതുകൊണ്ടും ഷഹനാസിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. എന്തായാലും ഇതിൽ മറുപടി പറയേണ്ടത് ഉത്തരവാദി എന്ന് ഷഹനാസ് ആരോപിക്കുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ്. അദ്ദേഹം ആണ് പാർട്ടിയുടെ ഒരു അധികാര കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുന്ന ആൾ കൂടിയും. എങ്കിലും ഷാഫി പറമ്പിലിനെതിരായുള്ള വിമർശനം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ഷഹനാസ് പറയുമ്പോൾ ഷാഫിയാണ് ഇനി മറുപടി പറയേണ്ടത്. ശരി അനീഷ്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ആ തീരുമാനം കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളവും ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അറസ്റ്റ് തടയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ പ്രതി. തട്ടിപ്പിൽ പത്മകുമാറിന് പങ്കെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കട്ടിളപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പ്രതിയാണ്. പത്മകുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് മാത്രമല്ല 14 ദിവസത്തേക്ക് പത്മകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ കേസിലെ 4ാം പ്രതിയാണ്. ജയശ്രീയുടെയും അതുപോലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ
മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ കേസിൽ 6ാം പ്രതിയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കിവെക്കുന്ന സാഹചര്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിന് വിധി വരുന്നതുവരെ ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകരുതെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. രണ്ടുപേരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ടുപേരെയും, അതായത് കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ, അതുപോലെ കേസിൽ 6ാം പ്രതിയാണ് എസ് ശ്രീകുമാർ, ഈ രണ്ടുപേരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ടെന്നാണ് SITയുടെ നിരീക്ഷണം. എന്തായാലും അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഈ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്ത് വിധേയരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 76,000-ലേറെ പേർ എത്തി. രാവിലെ 9 വരെ 27,000-ഓളം തീർത്ഥാടകരാണ് മല കയറിയത്. തൃക്കാർത്തിക പ്രമാണിച്ച് വൈകിട്ട് സന്നിധാനം ദീപാലങ്കൃതമാകും. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹത്തിൽ നേരിയ ഇടിവാണ് ഇന്നലെ സംഭവിച്ചത്. 76,000-ൽ പരം പേർ, 80,000-നും ഇടയ്ക്കുള്ള ആളുകളാണ് ഇന്നലെ എത്തിയത്. ഇന്ന് പക്ഷേ രാവിലെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ 4,000-ഓളം പേരാണ് ഓരോ മണിക്കൂറിലും കയറിയെത്തുന്നത്, മല കയറിയെത്തുന്നതെന്നാണ് പറയാൻ സാധിക്കുക. ഏതായാലും സൗകര്യപൂർവമായ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥ സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. 15 ലക്ഷം തീർത്ഥാടകർ കവിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതുപോലെ 100 കോടിക്കപ്പുറമാണ് വരുമാനം. ഈ തരത്തിൽ തീർത്ഥാടനം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേക ദിവസമാണ്. ഇന്ന് വൈകിട്ട് തൃക്കാർത്തിക ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ദീപാലങ്കൃതമായിരിക്കും സന്നിധാനം. മനോഹരമായ ആ കാഴ്ച കാണാൻ തീർത്ഥാടകർ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തീർത്ഥാടകരുടെ എണ്ണം ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർത്ഥാടകർ ചോദിച്ചു നോക്കാം. तमिल नहीं है सर, हिंदी नहीं आता, तेलुगु कैसे? अच्छा है, विजयवाड़ा से आया। ചെന്നൈ സമയം രണ്ടാമത് തന്നെ చాలా బాగా చేస్తున్నారు, సూపర్ గా ఉన్న సౌకర్యాలు. സുഖമായി എത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നത്. நல்ல தரிசனம் சாமி, நல்லா பார்க்கலாம், 18 படி ஏறலாம், நல்லா சுத்தி நல்லா கிளீனா சாமி, என்ன பிரச்சனை இல்ல. எங்க இருந்து வந்துட்டு? நாங்க ஆந்திரா, தமிழ்நாடு, ஆந்திரா தமிழ் பார்டர் சாமி நாங்க. ஆமா சாமி, நல்லா நல்லா ஜாலி ஃப்ரீயா தான் சாமி, என்ன கூட்டம்லாம் இல்ல. சூப்பர் தரிசனம் எல்லாம் நல்ல ஃபெசிலிட்டிஸ் இருக்கு. தண்ணி எல்லாம் பிஸ்கட் எல்லாம் கிடைச்சு நல்லா கிடைச்சு சாமி, என்ன பிரச்சனை எல்லாம் இல்ல, நல்லா பர்ஃபெக்ட், நல்லா பர்ஃபெக்ட் தரிசனம் பார்த்தோம். பெரிய வெளில நடந்தோம். காலை முந்தா நேற்று காலை 12 மணிக்கு நடந்தோம். இப்போ நல்ல தரிசனம் பார்த்தோம். நைட்டு பார்த்துட்டு இப்போ 2 டைம் மறுபடியும் சிவில் தரிசனம், டபுள் தரிசனம். இப்ப நாங்க நைட்டு படி ஏறி வந்தோங்க, இப்ப சிவில் தரிசனம் 2 வாட்டி நல்ல தரிசனம், ஃப்ரீ தரிசனம். സൂപ്പർ, താങ്ക് യു വെരി മച്ച്. നല്ല ദർശനം കിട്ടി. വൈകുന്നേരം വരെ തിരക്കായിരുന്നു, കുഴപ്പമില്ല. ഇന്ന് രാവിലെ തന്നെ 2ാമത്തെ വർഷത്തിന് കാണിക്കാൻ നല്ല ദർശനം. ഇല്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, പോതില്ല. നല്ല എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആസ്മയുടെ നന്നായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം നെബിലൈസർ ചെയ്യാൻ സാഹചര്യം കിട്ടി. 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അത് വെളുപ്പിന് 2 മണി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല താങ്ക് യു. സുഖകരമായ ദർശനം സാധ്യമായി എന്ന് തന്നെയാണ് തീർത്ഥാടകർ പറയുന്നത്. അതുപോലെ നാളെ ദേവസ്വം ബോർഡ് യോഗമുണ്ട്. തീർത്ഥാടകർക്കൊക്കെ എത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാന സദ്യ നൽകണം, അതായത് കേരളീയ സദ്യ എല്ലാവർക്കും നൽകണം എന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ പുലാവാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുലാവാണ് വിളമ്പുന്നത്. പുലാവ് വിളമ്പുന്നത് തുടരുന്നുണ്ട്. അതേസമയം ഇലയിൽ സദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇല എങ്ങനെ ഡിസ്പോസ് ചെയ്യും, എങ്ങനെ അത് മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കാരണമാണ് ഇല മാറ്റി പ്ലേറ്റിലാക്കാം എന്ന് തീരുമാനിച്ചത്. 7 വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ വിളമ്പാനുള്ള തീരുമാനം ഉണ്ട്. എന്നാൽ സദ്യ വിളമ്പുന്നത് എപ്പോഴെന്ന കാര്യത്തിൽ ഉള്ള തീരുമാനം നാളെയുള്ള ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനിക്കുക.
പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,950, പവന് 95,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,885, പവന് 79,080. വെള്ളി ഗ്രാമിന് 190, 1 കിലോയ്ക്ക് 1,90,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് എത്തും.